ആറാം വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ദില്ലിയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണത്തിലാണ് രാഹുൽ ഗാന്ധി. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 6 സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 58 മണ്ഡലങ്ങളിലാണ് മെയ് 25-ന് ജനവിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ദില്ലി ഉൾപ്പെടെയുള്ള 58 മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചാരണത്തിലാണ് മുന്നണികൾ. വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ നേരിട്ടുകണ്ടും പ്രചാരണ റാലികൾ സംഘടിപ്പിച്ചുമാണ് അവസാനഘട്ട പ്രചാരണം. ദില്ലിയിലും ഹരിയാനയിലും മുഴുവൻ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. രാഹുൽ ഗാന്ധി നോർത്ത് ഈസ്റ്റ് ദില്ലി സ്ഥാനാർത്ഥി കനയ്യകുമാറിനായി പ്രചാരണത്തിലാണ്. ബിജെപിക്കും മോദിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയാണ് രാഹുലിന്റെ പ്രചാരണം. കൊട്ടിക്കലാശത്തിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. ബിജെപിയും പ്രചാരണത്തിൽ സജീവമാണെങ്കിലും കഴിഞ്ഞ ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബിജെപി അലട്ടുന്നുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന സൂചനകളും ശക്തമാണ്. 10 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ മോദിക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങളും ബിജെപി പ്രചാരണങ്ങളെ സാരമായി ബാധിച്ചു. ബീഹാറിലും പശ്ചിമബംഗാളിലും 8 സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിൽ 14-ഉം ഒഡീഷയിൽ 6-ഉം ജാർഖണ്ഡിൽ 4 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ജമ്മുകാശ്മീരിലെ 1 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും. മെഹബൂബ മുഫ്തി, മനോഹർലാൽ ഖട്ടർ, മനേക ഗാന്ധി, അഭിജിത്ത് ഗംഗോപാധ്യായ, കനയ്യകുമാർ എന്നീ പ്രമുഖരുൾപ്പെടെ 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി.